പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് കുടിച്ച ഒരു ഗ്ലാസ് ചായയിലോ ജ്യൂസിലോ ഉള്ള പഞ്ചസാര നിങ്ങളുടെ ആയുസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ ഇന്നൊരു യാത്ര തുടങ്ങുന്നത്. ഭൂപടങ്ങളിലില്ലാത്ത നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്കും മനസ്സിലേക്കും നടത്തുന്ന ഒരു തീർത്ഥയാത്ര. നമ്മുടെ നാവിൻ തുമ്പിൽ അലിയുന്ന ആ ചെറിയൊരു മധുരതരിക്ക് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എത്രത്തോളം അടിമപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു കപ്പ് ചായ ആസ്വദിക്കുകയാവാം, അല്ലെങ്കിൽ ഉച്ചയൂണിന് ശേഷം കഴിച്ച ആ ചെറിയൊരു മധുരത്തിൻ്റെ രുചി ഇപ്പോഴും നിങ്ങളുടെ നാവിൽ ബാക്കിയുണ്ടാകാം. ആ മധുരം നിങ്ങളിൽ പെട്ടെന്ന് നിറയ്ക്കുന്ന സന്തോഷവും ആശ്വാസവും ഒരു മായാജാലം പോലെയാണല്ലേ? എന്നാൽ ഈ മായാജാലത്തിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ മധുരത്തെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ അതിന് പൂർണ്ണമായും പണയപ്പെട്ടിരിക്കുകയാണ്. രാവിലെ ഉണരുമ്പോൾ കുടിക്കുന്ന ചായയിലെ പഞ്ചസാര മുതൽ വൈകുന്നേരത്തെ ലഘുഭക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മധുരം വരെ നമ്മളെ അദൃശ്യമായ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, വെറും 7 ദിവസം, 365 ദിവസങ്ങളിൽ വെറും 7 ദിവസം മാത്രം ഈ മധുരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നത് വെറുമൊരു മാറ്റമല്ല, മറിച്ച് ഒരു പുനർജന്മമാണ്. നിങ്ങളുടെ ചർമ്മം തിളങ്ങാൻ തുടങ്ങുന്നതും ഉറക്കം കൂടുതൽ ആഴമുള്ളതാകുന്നതും തലച്ചോർ പുതിയൊരു ഉണർവോടെ പ്രവർത്തിക്കുന്നതും നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ആ 7 ദിവസങ്ങളുടെ വിസ്മയകരമായ കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു വെല്ലുവിളിയായി കാണരുത്, മറിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം ആ പഞ്ചസാര തരികളിൽ നിന്ന് നിങ്ങൾ തിരിച്ചുപിടിക്കാൻ പോകുന്ന ഒരു പരീക്ഷണമായി ഇതിനെ കാണുക. എനിക്ക് മധുരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന തോന്നലിനെ അതിജീവിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയുന്ന ആ നിമിഷത്തിനായി നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഈ യാത്ര തുടങ്ങാം. 1-ാമത്തെ ദിവസം. ഈ ആവേശകരമായ യാത്രയിലെ ഏറ്റവും കടുപ്പമേറിയതും എന്നാൽ നിർണായകവുമായ ഘട്ടം. നിങ്ങൾ ആ ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി മധുരമില്ല, മധുര പലഹാരങ്ങളില്ല, കൃത്രിമ മധുരം നിറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്കുകളില്ല. പക്ഷേ നിങ്ങളുടെ ശരീരം ഈ മാറ്റത്തോടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതിവ് പോലെ നിങ്ങളുടെ ഓരോ കോശവും മധുരത്തിനായി ദാഹിച്ചു തുടങ്ങും. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു, അതായത് നമുക്ക് താൽക്കാലിക സന്തോഷം നൽകുന്ന ആ ഹോർമോൺ, മധുരം കിട്ടാതെ വരുമ്പോൾ ഉള്ളിൽ മുറവിളി കൂട്ടാൻ തുടങ്ങും. ഉച്ചയാകുമ്പോഴേക്കും വല്ലാത്തൊരു അസ്വസ്ഥത നിങ്ങളെ പിടികൂടിയേക്കാം. ഒരുപക്ഷെ കഠിനമായ തലവേദനയോ അല്ലെങ്കിൽ ശരീരമാകെ തളർത്തുന്ന വല്ലാത്തൊരു ക്ഷീണമോ അനുഭവപ്പെട്ടേക്കാം. ഓർക്കുക, ഇത് നിങ്ങളുടെ ശരീരം പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമല്ല, മറിച്ച് വർഷങ്ങളായി മധുരത്തിന് അടിമപ്പെട്ട നിങ്ങളുടെ ശരീരം ആ വിഷാംശത്തിൽ നിന്ന് മോചനം നേടാൻ നടത്തുന്ന അതിശക്തമായ പോരാട്ടത്തിൻ്റെ ആദ്യ ലക്ഷണമാണ്. വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന ഒരു ഉറ്റ സുഹൃത്തിനെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ആ വല്ലാത്തൊരു ശൂന്യത പോലെയാണത്. രക്തത്തിലെ ഗ്ലൂക്കോസ് നില പെട്ടെന്ന് താഴുമ്പോൾ ശരീരം പരിഭ്രാന്തി കാണിക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും, വേണ്ട, ഒരൽപ്പം മധുരം കഴിക്കൂ, എങ്കിലെല്ലാം ശരിയാവും എന്ന്. ആ ശബ്ദത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കേണ്ടത്. ആ നിമിഷങ്ങളിൽ നിങ്ങൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളവും നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള അത്ഭുത ആയുധമായി മാറുകയാണ്. വൈകുന്നേരമാകുമ്പോൾ ഈ ക്ഷീണം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയേക്കാം. ഒന്നും ചെയ്യാൻ തോന്നാത്ത, ലോകം തന്നെ നിശ്ചലമായതുപോലെയുള്ള ഒരവസ്ഥ. ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. മദ്യത്തിന് അടിമപ്പെട്ട ഒരാൾ അത് നിർത്തുമ്പോൾ കാണിക്കുന്ന വിഡ്രോവൽ സിംറ്റംസ് പോലെ തന്നെയാണിത്. കാരണം മധുരവും ഒരു ലഹരിയാണ്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അംഗീകൃത ലഹരി. 1-ാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചിരിക്കുന്നത് വലിയൊരു യുദ്ധമാണ്. രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ശരീരം ഒരുപക്ഷെ തളർന്നിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ഉണർവിലേക്ക്, വലിയൊരു പുനർജന്മത്തിലേക്ക് തയ്യാറെടുക്കുകയാണെന്ന് മറക്കരുത്. 2-ാമത്തെ ദിവസം പുലരുന്നു. ഇന്നും കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല, പക്ഷേ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഇന്നലെ വരെ വിശപ്പ് എന്നതൊരു അസഹനീയമായ വികാരമായിരുന്നുവെങ്കിൽ ഇന്നത് കുറച്ചുകൂടി ശാന്തമായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ മധുരം കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ ഉയരുകയും ഇൻസുലിൻ എന്ന ഹോർമോൺ അത് നിയന്ത്രിക്കാൻ പാടുപെടുകയും ചെയ്യാറുണ്ട്. ഈ ഇൻസുലിൻ സ്പൈക്കിടൽ അവസാനിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വിശക്കുന്നത്. എന്നാൽ മധുരം ഉപേക്ഷിച്ച് 48 മണിക്കൂർ കഴിയുമ്പോൾ ഇൻസുലിൻ്റെ അളവ് സാവധാനം താഴാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്, ഇനി കൊഴുപ്പ് കത്തിക്കാൻ സമയമായി എന്ന്. അതെ,
ഇത്രയും നാൾ ഊർജ്ജത്തിനായി പഞ്ചസാരയെ ആശ്രയിച്ചിരുന്ന നിങ്ങളുടെ ശരീരം കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടമാണിത്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ അതൊരു വിപ്ലവമാണ്. കരളിലും പേശികളിലും സൂക്ഷിച്ചിരുന്ന ഗ്ലൈക്കോജൻ സ്റ്റോറുകൾ തീർന്നു തുടങ്ങുമ്പോൾ ശരീരം പുതിയൊരു ഊർജ്ജ സ്രോതസ്സിനെ തേടുന്നു. ആ തേടലാണ് നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കാനുള്ള ആദ്യ ചുവടുവെപ്പ്. ഈ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ചില മാറ്റങ്ങൾ കണ്ടേക്കാം. ദേഷ്യം വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരാം. ഇത് തലച്ചോറ് നടത്തുന്ന ഒരു നാടകമാണ്, മധുരം നൽകാത്തതിലുള്ള പ്രതിഷേധം. പക്ഷേ ഈ പ്രതിഷേധത്തിന് അധികം ആയുസില്ല. രണ്ടാമത്തെ ദിവസത്തെ രാത്രി ഒരുപക്ഷെ നിങ്ങൾക്ക് വല്ലാത്തൊരു വിശപ്പ് അനുഭവപ്പെട്ടേക്കാം. ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും മധുരം കഴിക്കാൻ കൈകൾ തരിക്കും. ആ ഒറ്റ നിമിഷം നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾ പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങളുടെ ശരീരം പഠിക്കുന്നത് വിശപ്പിനെ നിയന്ത്രിക്കാനാണ്, വിശപ്പ് നിങ്ങളെ നിയന്ത്രിക്കാനല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയിൽ ചെറിയ മാറ്റങ്ങൾ തോന്നിത്തുടങ്ങും. ഉപ്പിനും എരിവിനുമൊക്കെ മുമ്പില്ലാത്ത ഒരു വ്യക്തത വരുന്നത് പോലെ. നിങ്ങളുടെ നാവിൻ തുമ്പിലെ രുചിമുകളങ്ങൾ ഷുഗർ കോട്ടിങ്ങിൽ നിന്നും മോചിതരായി തുടങ്ങുകയാണ്. 3-ാം ദിവസം. ഇതൊരു വഴിത്തിരിവാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ക്ഷീണവും തലവേദനയും മാറി ഒരുതരം തെളിച്ചം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് നോക്കിയാൽ ആ പഴയ വീക്കം കുറഞ്ഞതുപോലെ തോന്നും. അമിതമായ ഉപ്പും പഞ്ചസാരയും കാരണം ശരീരത്തിൽ കെട്ടിക്കിടന്നിരുന്ന ജലാംശം, അതായത് വാട്ടർ വെയ്റ്റ്, ശരീരം പുറന്തള്ളി തുടങ്ങിയിരിക്കുന്നു. പലരും ഈ ദിവസമാണ് കണ്ണാടിയിൽ നോക്കി അത്ഭുതപ്പെടുന്നത്. മുഖത്തെ പഫിനെസ് കുറയുന്നു, താടിയെല്ലിൻ്റെ ഷേപ്പ് കുറച്ചുകൂടി വ്യക്തമാകുന്നു. ഇത് വെറും വെള്ളം പോകുന്നതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, പക്ഷേ ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുകയായിരുന്നു. അത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭാരക്കുറവ് അനുഭവപ്പെടും. നടക്കുമ്പോഴും പടികൾ കയറുമ്പോഴും ശ്വാസം കിട്ടാൻ പ്രയാസമില്ലാത്തതുപോലെ. കൂടാതെ 3-ാം ദിവസം സംഭവിക്കുന്ന മറ്റൊരു അത്ഭുതമുണ്ട്: നിങ്ങളുടെ ഊർജ്ജനിലയിലെ സ്ഥിരത. മധുരം കഴിക്കുമ്പോൾ ഊർജ്ജം പെട്ടെന്ന് കൂടുകയും കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് താഴുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് വല്ലാത്തൊരു ഉറക്കം വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഏറ്റക്കുറിച്ചിലുകളില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ഉന്മേഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. തലച്ചോറിലെ മൂടൽമഞ്ഞ്, അതായത് ബ്രെയിൻ ഫോഗ്, സാവധാനം നീങ്ങിപ്പോകുന്നു. ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരുന്നു. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പണ്ടത്തേക്കാൾ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലികൾ വേഗത്തിൽ തീർക്കാൻ കഴിയുന്നതായും, വിദ്യാർത്ഥിയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ ലൈപ്പോലൈസിസ് ആണ്. അതായത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന പ്രക്രിയ, പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ്. ഇൻസുലിൻ ലെവൽ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ശരീരം വയറിലെ കൊഴുപ്പിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. വയറ് കുറയുക എന്നത് പലരുടെയും സ്വപ്നമാണല്ലോ. വ്യായാമം ചെയ്യാതെ തന്നെ വെറും മധുരം ഉപേക്ഷിച്ചാൽ മാത്രം വയറ് കുറയുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. ഉത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം കൊഴുപ്പ് സംഭരിക്കാൻ ശരീരത്തിന് നൽകുന്ന നിർദ്ദേശം വരുന്നത് ഇൻസുലിനിൽ നിന്നാണ്. ആ ഇൻസുലിനെ നമ്മളിപ്പോൾ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. 3-ാം ദിവസത്തെ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഉറക്കം ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ലഭിച്ച ഏറ്റവും നല്ല ഉറക്കമായിരിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാത്തതുകൊണ്ട് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരില്ല. ഗാഠനിദ്രയിലേക്ക് അഥവാ ഡീപ്പ് സ്ലീപ്പിലേക്ക് ശരീരത്തിന് എളുപ്പത്തിൽ സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമില്ലാതെ തികച്ചും ഫ്രഷായി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ മാറ്റങ്ങൾ വെറും 3 ദിവസം കൊണ്ട് സംഭവിക്കുമെങ്കിൽ 7 ദിവസം പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ യാത്രയുടെ പകുതി എത്തിയിട്ടേയുള്ളൂ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇതിലും വലുതാണ്. ചർമ്മത്തിലെ മാറ്റങ്ങൾ, അവയവങ്ങളുടെ പ്രവർത്തനം, മാനസിക ആരോഗ്യം എന്നിവയിലെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റം പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. 4-ാം ദിവസം പുലരുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു വ്യക്തിയെയാണോ എന്ന് സംശയിച്ചേക്കാം. കാരണം മാറ്റങ്ങൾ ഇപ്പോൾ ശരീരത്തിന് പുറത്തേക്കും പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചത് ശരീരത്തിനുള്ളിലെ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നുവെങ്കിൽ 4-ാം ദിവസം മുതൽ അത് നിങ്ങളുടെ ചർമ്മത്തിൽ പ്രതിഫലിച്ചു തുടങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഞ്ചസാര അമിതമായി കഴിക്കുന്നവരുടെ മുഖത്ത് ഒരുതരം മങ്ങലോ അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളോ കാണാറുണ്ട്? ഇതിന് ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട്. ഗ്ലൈക്കേഷൻ എന്നൊരു പ്രക്രിയയാണത്. ലളിതമായി പറഞ്ഞാൽ, രക്തത്തിലെ അധികമുള്ള പഞ്ചസാര നമ്മുടെ ചർമ്മത്തിന് ഇലാസ്തികതയും ചെറുപ്പവും നൽകുന്ന കൊളാജൻ എന്ന പ്രോട്ടീനുമായി ഒട്ടിപ്പിടിക്കുന്നു. ഇത് ചർമ്മത്തിന്റെ ബലം കുറയ്ക്കുകയും ചുളിവുകൾ വീഴാൻ കാരണമാകുകയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി നിങ്ങൾ മധുരം തൊട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ ആ ആക്രമണം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തെ കുരുക്കൾ കുറയുന്നതായും ചർമ്മത്തിനൊരു പ്രത്യേക തിളക്കം വരുന്നതായും നിങ്ങൾക്ക് തോന്നും. വില കൂടിയ ക്രീമുകൾ പുരട്ടിയാൽ കിട്ടാത്ത ഒരു സ്വാഭാവികമായ തിളക്കം, അത് നിങ്ങളുടെ രക്തം ശുദ്ധിയാകുന്നതിന്റെ തെളിവാണ്. അതുമാത്രമല്ല, ശരീരത്തിനകത്തുള്ള ഒരു വലിയ തീ അണയുന്ന ദിവസമാണിന്ന്. അതെ, ഇൻഫ്ലമേഷൻ അഥവാ വീക്കം. പഞ്ചസാര എന്നത് ശരീരത്തിൽ വീക്കമുണ്ടാക്കുന്ന പ്രധാന വില്ലനാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന അകാരണമായ സന്ധിവേദനകൾ, മുട്ടുവേദന, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഒരു മുറുക്കം, ഇതെല്ലാം ഈ വീക്കത്തിന്റെ ഫലമാണ്. എന്നാൽ 4-ാം ദിവസം എത്തുമ്പോൾ ഈ വേദനകൾ മാന്ത്രികമായി കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പടികൾ കയറുമ്പോൾ മുട്ടുകൾക്കുണ്ടായിരുന്ന ആയാസം കുറഞ്ഞതുപോലെ, കുനിയുമ്പോഴും നിവരുമ്പോഴും നടുവിനുണ്ടായിരുന്ന പിടുത്തം അഴഞ്ഞതുപോലെ, നിങ്ങളുടെ ശരീരം ഭാരമില്ലാത്ത ഒരു തൂവല് പോലെയായി മാറുന്ന സമയം. ഇത് വെറുതെ തോന്നുന്നതല്ല, നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ ശ്വാസം വിട്ടു തുടങ്ങുന്നതിൻ്റെ ആശ്വാസമാണത്. ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം. 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അത്ഭുതകരമായ തിരിച്ചറിവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് രുചിയെ സംബന്ധിച്ചാണ്. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത് മധുരമില്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ല എന്നായിരുന്നില്ലേ? എന്നാൽ 5-ാം ദിവസം നിങ്ങൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു കഷ്ണം ക്യാരറ്റോ കഴിച്ചു നോക്കൂ. അതിനു മുൻപില്ലാത്ത അത്ര മധുരമുള്ളതായി നിങ്ങൾക്ക് തോന്നും. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾക്ക് ഇത്രയും രുചിയുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. സംഭവം ഇതാണ്: അമിതമായ പഞ്ചസാരയും കൃത്രിമ മധുരങ്ങളും നമ്മുടെ നാവിൻ തുമ്പിലെ രുചിമുകുളങ്ങളെ, അതായത് ടേസ്റ്റ് ബഡ്സിനെ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. ഏതൊരു ലഹരിയും പോലെ കൂടുതൽ കിട്ടിയാലേ തൃപ്തിയാകൂ എന്ന അവസ്ഥ. എന്നാൽ കഴിഞ്ഞ 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ നാവ് അതിൻ്റെ സ്വാഭാവിക ശേഷി വീണ്ടെടുത്തിരിക്കുന്നു. ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ അതിലെ സ്വാഭാവിക മധുരം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാപ്പിയിൽ പഞ്ചസാരയില്ലെങ്കിലും കാപ്പിക്കുരുവിൻ്റെ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭക്ഷണം കഴിക്കുക എന്നത് വെറുമൊരു ശീലമല്ലാതെ ഒരു അനുഭൂതിയായി മാറുന്ന നിമിഷമാണിത്. 5-ാം ദിവസം നിങ്ങളുടെ വയറ്റിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ കൂടി പറയാതെ വയ്യ. നമ്മുടെ വയറിനെ 2ാമത്തെ തലച്ചോർ എന്നാണ് വിളിക്കാറുള്ളത്. നമ്മുടെ മാനസികാവസ്ഥയെ വരെ നിയന്ത്രിക്കുന്നത് വയറ്റിലെ ബാക്ടീരിയകളാണ്. പഞ്ചസാര കഴിക്കുമ്പോൾ വയറ്റിലെ ചീത്ത ബാക്ടീരിയകൾക്കാണ് നമ്മൾ വിരുന്നൂട്ടുന്നത്. അവ പെറ്റുപെരുകി ഗ്യാസും അസിഡിറ്റിയും ദഹനക്കുറവും ഉണ്ടാക്കുന്നു. എന്നാൽ 5 ദിവസമായി അവയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ആ ചീത്ത ബാക്ടീരിയകൾ പട്ടിണി കിടന്ന് നശിച്ചു തുടങ്ങിയിരിക്കുന്നു. പകരം നമുക്ക് ഗുണം ചെയ്യുന്ന നല്ല ബാക്ടീരിയകൾ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇതിൻ്റെ ഫലമെന്താണെന്നോ? വയറ്റിലെ വീർപ്പുമുട്ടൽ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന ഗ്യാസ്, നെഞ്ചരിച്ചിൽ, ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു. വയറെപ്പോഴും ശാന്തമായിരിക്കുന്നു. വയറ് ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകും. നിങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നി തുടങ്ങും. കാരണം ശരീരത്തിലെ സെറോട്ടോണിൻ എന്ന സന്തോഷത്തിൻ്റെ ഹോർമോണിൻ്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറ്റിലാണ്. വയറ് ശുദ്ധിയാകുന്നതോടെ നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെയാകുന്നു. 6-ാം ദിവസം. ഈ യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ശാരീരികമായ മാറ്റത്തേക്കാളുപരി മാനസികമായ ഒരു കുതിച്ചുചാട്ടമാണ്. ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥ പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും. മുൻപ് ഒരു കാര്യം ആലോചിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ പാടുപെട്ടിരുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങളുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. പഞ്ചസാര നൽകുന്ന ഊർജം പെട്ടെന്ന് കത്തിത്തീരുന്ന പേപ്പർ പോലെയാണ്. അത് പെട്ടെന്ന് ആളിക്കത്തും, പെട്ടെന്ന് അണയും. അതുകൊണ്ടാണ് നമുക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം വരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരം കൊഴുപ്പിനെയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. കൊഴുപ്പ് കത്തുമ്പോൾ കിട്ടുന്ന ഊർജം കൽക്കരി പോലെയാണ്. അത് സാവധാനം എന്നാൽ ഏറെ നേരത്തേക്ക് ശക്തമായി കത്തിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അർത്ഥം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഊർജം ഒരേ ലെവലിൽ നിൽക്കുമെന്നാണ്. ഉച്ചയ്ക്ക് ചോറുണ്ട ശേഷം വരുന്ന മയക്കം, വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായയും ബിസ്ക്കറ്റും കഴിച്ചില്ലെങ്കിൽ വരുന്ന ആ കൈവിറയൽ, അതൊന്നും ഇന്നില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായി മാറുന്നു. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ ചോദിച്ചേക്കാം, എന്താണിപ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമെന്ന്. വീട്ടിൽ കുട്ടികളോടും പങ്കാളിയോടും ഇടപെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയുള്ളതായി തോന്നും. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്നത് കുറയും. കാരണം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് റോക്കറ്റ് പോലെ കൂടുകയും കുറയുകയും ചെയ്യുന്നില്ല. അത് ശാന്തമായ ഒരു പുഴ പോലെ ഒഴുകുകയാണ്. ഈ ശാന്തതയാണ് യഥാർത്ഥ ആരോഗ്യം. നിങ്ങളുടെ ഓർമ്മശക്തിയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പേരുകൾ മറന്നുപോകുന്ന, വെച്ച സാധനങ്ങൾ എവിടെയാണെന്ന് ഓർക്കാൻ പറ്റാത്ത അവസ്ഥകൾക്ക് മാറ്റം വരും. തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഇപ്പോൾ തടസ്സങ്ങളില്ല. 6-ാം ദിവസം രാത്രി നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ നാളെ ഉണരുന്നത് ഈ ചാലഞ്ചിൻ്റെ അവസാന ദിവസത്തേക്കാണല്ലോ എന്ന ചിന്ത നിങ്ങൾക്ക് സന്തോഷം നൽകും. ഒരാഴ്ച മുൻപ് അസാധ്യമെന്ന് കരുതിയ കാര്യം നിങ്ങൾ സാധിച്ചെടുക്കാൻ പോവുകയാണ്. വെറും മധുരം ഒഴിവാക്കിയപ്പോൾ ജീവിതത്തിൻ്റെ മധുരം തിരിച്ചു കിട്ടിയ ദിവസങ്ങളാണിത്. ഈ 6 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരം ഒരു വലിയ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കരൾ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു. പാൻക്രിയാസ് എന്ന അവയവം ഇത്രയും കാലം നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന ഇൻസുലിൻ ഫാക്ടറി ഒന്ന് വിശ്രമിച്ച് ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു.
നിങ്ങളുടെ ഹൃദയം, രക്തക്കുഴലുകൾ, വൃക്കകൾ എല്ലാം നിങ്ങളോട് നന്ദി പറയുകയാണ്. കാരണം രക്തത്തിലൂടെ ഒഴുകിയിരുന്ന ആ വിഷം ഇപ്പോഴില്ല. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് 7-ാം ദിവസമാണ്. അത് വെറുമൊരു ദിവസമല്ല, അതൊരു വിജയപ്രഖ്യാപനമാണ്. നിങ്ങളുടെ ശരീരം അതിൻ്റെ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അനുഭൂതി എന്താണെന്നറിയാമോ? 7-ാം നാൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് വെറും കുറഞ്ഞ ശരീരഭാരമോ തെളിഞ്ഞ ചർമ്മമോ മാത്രമല്ല. അതെന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഈ യാത്രയുടെ ക്ലൈമാക്സ് അവിടെയാണ്. 7-ാം ദിവസം. അഭിനന്ദനങ്ങൾ, നിങ്ങളിതാ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വാക്കുകൾക്ക് അതീതമാണ്. ഒരാഴ്ച മുൻപ് അലാറം അടിച്ചാൽ സ്നൂസ് ബട്ടൺ അമർത്തി 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടിരുന്ന ആ വ്യക്തിയല്ല ഇന്നത്തെ നിങ്ങൾ. ഒരു കുതിപ്പിന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ അടയാളം. ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കൂ, ആ മുഖമൊന്ന് ശ്രദ്ധിക്കൂ. ഒരാഴ്ച മുൻപുണ്ടായിരുന്ന ക്ഷീണിച്ച കണ്ണുകൾക്ക് പകരം തിളക്കമുള്ള ജീവസുറ്റ കണ്ണുകൾ. കവിളിലെ ആ വീക്കം മാറിയിരിക്കുന്നു. കഴുത്തിന് ചുറ്റുമുണ്ടായിരുന്ന കറുപ്പ് നിറം, ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളൊന്ന് ഇട്ടുനോക്കൂ. ഇടുപ്പിൽ അല്പം അയവ് തോന്നുന്നില്ലേ? അത് വെറും തോന്നലല്ല, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആഴത്തിലുള്ള അപകടകരമായ വിസറൽ ഫാറ്റ് ഉരുകി തുടങ്ങിയതിന്റെ തെളിവാണ്. ഒരാഴ്ച കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വരുമെങ്കിൽ ഇത് തുടർന്നാൽ എവിടെ എത്തുമെന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ 7-ാം ദിവസത്തെ ഏറ്റവും വലിയ മാറ്റം ശരീരത്തിലല്ല, നിങ്ങളുടെ മനസ്സിലാണ്. ഒരാഴ്ച മുൻപ് മധുരമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയ നിങ്ങളുടെ മനസ്സ് ഇന്ന് പറയുന്നു, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന്. ആ ആത്മവിശ്വാസം, അത് ചെറിയ കാര്യമല്ല. സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമെന്ന ആ തിരിച്ചറിവ്, അത് ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലേക്കും പടരുന്ന ഒരു കരുത്താണ്. ഒരു മധുരപലഹാരം മുന്നിൽ വെച്ചാൽ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആ ധൈര്യം, അത് നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. നിങ്ങളിപ്പോൾ ഭക്ഷണത്തിന്റെ അടിമയല്ല, മറിച്ച് യജമാനനാണ്. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ വറ്റും ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. പ്രകൃതിദത്തമായ രുചികൾ തിരിച്ചറിയാൻ കഴിയുന്നു. മധുരത്തിന് പകരം നിങ്ങൾ തെരഞ്ഞെടുത്തത് ആരോഗ്യമാണ്. ഈ 7 ദിവസങ്ങൾ ഒരു ഡീറ്റോക്സ് മാത്രമല്ല, ഒരു റീബൂട്ടാണ്. നിങ്ങളുടെ സിസ്റ്റം മുഴുവൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫോൺ ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യില്ലേ? അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഏറ്റവും മികച്ച പെർഫോമൻസിലാണ് പ്രവർത്തിക്കുന്നത്. ഈ 7 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളിയത് കിലോ കണക്കിന് പഞ്ചസാര മാത്രമല്ല, ഭാവിയിൽ വന്നേക്കാവുന്ന പ്രമേഹം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ തുടങ്ങിയ മാരക രോഗങ്ങളുടെ വിത്തുകൾ കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിന്റെ പുസ്തകത്തിൽ ആരോഗ്യകരമായ കുറേ താളുകൾ കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ആശുപത്രി കിടക്കയിൽ ചെലവഴിക്കേണ്ടി വന്നേക്കാവുന്ന സമയമാണ് നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് ലാഭിച്ചത്. അടുത്തതെന്ത്? അവസാനിക്കുകയാണോ ഈ യാത്ര? അതോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ തുടക്കമാണോ ഇത്? ആലോചിച്ചു നോക്കൂ. ഈ 7 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ നിങ്ങൾ നേടിയെടുത്ത ആ പുതിയ ഊർജ്ജസ്വലതയും മനസ്സിന്റെ തെളിവും അത്ര വേഗത്തിൽ വിട്ടുകളയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ പുതിയ ഉണർവോടെ മുന്നോട്ടു പോകണമോ, അതോ പഴയ ആ മടിപ്പിക്കുന്ന ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങണമോ എന്ന നിർണായകമായ ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലാണ്. ഉത്തരം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ജീവിതകാലം മുഴുവൻ മധുരത്തോട് വിട പറയണമെന്ന്. പക്ഷേ ഇനി മുതൽ മധുരം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. നിങ്ങൾ ഒരിക്കലും മധുരത്തിന്റെ നിയന്ത്രണത്തിലാകരുത്. വല്ലപ്പോഴും ഒരു ആഘോഷത്തിന്റെ ഭാഗമായോ ഒത്തുചേരലുകളിലോ അല്പം മധുരം നുണയുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് വീണ്ടും നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരു ലഹരിയായി മാറാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓർക്കുക, ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾ അനുഭവിച്ച ആ ഉന്മേഷം, മനസ്സിനുണ്ടായ തെളിവ്, ശരീരത്തിന്റെ ഭാരക്കുറവ്, ഇതാണ് യഥാർത്ഥ ജീവിതം. ഇതാണ് നിങ്ങൾ അർഹിക്കുന്ന ആരോഗ്യം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറുമൊരു വിനോദത്തിനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഇത് കേട്ടുനിന്നത്. ആ മനസ്സിനെ ആദ്യമൊന്ന് അഭിനന്ദിക്കൂ. ആ ആത്മവിശ്വാസത്തോടെ ഇന്ന് തന്നെ ഈ ചാലഞ്ച് ഏറ്റെടുക്കൂ. നാളെ തുടങ്ങാം എന്നോ അടുത്ത തിങ്കളാഴ്ച മുതൽ നോക്കാമെന്നോ പറഞ്ഞത് നീട്ടിവെക്കരുത്. ഈ നിമിഷം ഇപ്പോൾ തന്നെ തീരുമാനിക്കൂ. ഇനി നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള അമൃതായിരിക്കുമെന്ന്. ഈ 7 ദിവസത്തെ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ ഇന്ന് ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനുഭവം മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമാണ്. അതുകൊണ്ട് ഈ ചാലഞ്ച് തുടങ്ങിയാൽ 1-ാം ദിവസം നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നും 3-ാം ദിവസം എന്ത് മാറ്റം വന്നുവെന്നും 7-ാം ദിവസം നിങ്ങൾ എന്ത് നേടിയെടുത്തു എന്നും കമന്റുകളിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആ നിങ്ങളുടെ വരികൾ വായിക്കുന്ന മറ്റൊരാൾക്ക് അതൊരു വലിയ ആശ്വാസവും മുന്നോട്ടുള്ള ധൈര്യവുമായിരിക്കും. നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാൽ രോഗങ്ങളില്ലാത്ത ഉന്മേഷമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യൂ. ഒരുപക്ഷെ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അച്ഛനോ, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തോ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം കൊണ്ട് വലയുന്ന ഒരു വീട്ടമ്മയോ ആകാം ഇത് കാണുന്നത്. അവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഈ അറിവ്.
കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾക്കും ജീവിതം മാറ്റിമറിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വിശേഷങ്ങൾ അതിവേഗം നിങ്ങളുടെ കൺമുന്നിലെത്തും. നന്ദി. എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ പരക്കട്ടെ പ്രകാശം.